തിരുവിതാംകൂർ രാജകുടുംബത്തിനെ നാണം കെടുത്താൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഇടതുപക്ഷം വെറുതെ വിടില്ല എന്നതിന് മറ്റൊരു തെളിവ് കൂടി പുറത്ത്. തിരുവിതാംകൂർ രാജകുടുംബത്തിനെയും BJPയും സംഘപരിവാറിനെയും പൊങ്കാല വിഷയത്തിൽ നാണം കെടുത്തുക. അതുമാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം പൊങ്കാല ദിനത്തിൽ ആറ്റുകാൽ പൊങ്കാലയും കവടിയാർ തമ്പുരാട്ടിയും ട്രോൾ ചെയ്യപ്പെട്ടതിലൂടെ നടന്നത്. കവടിയാർ CPM ലോക്കൽ സെക്രട്ടറിയും പാർട്ടിക്കാരും കൂടി പൊങ്കാല അടുപ്പിൽ തീ പകരാൻ തമ്പുരാട്ടിയെ ക്ഷണിച്ചിട്ട് മനഃപൂർവ്വം വിവാദമാക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ സഖാക്കന്മാർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഇടതുപാളയത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഇടതുപക്ഷ പ്രവർത്തകനായ AH ഹഫീസ് പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാവുകയാണ്. കവടിയാർ CPM ലോക്കൽ സെക്രട്ടറിയും പാർട്ടിക്കാരും കൂടിയാണ് കൊട്ടാരത്തിൽ നിന്ന് തമ്പുരാട്ടിയെ പൊങ്കാല അടുപ്പിൽ തീ പകരാൻ ക്ഷണിച്ചത്. തമ്പുരാട്ടി നടന്നു വരികയായിരുന്നു. നടന്നു വന്ന തമ്പുരാട്ടിയെ തുറന്ന ജീപ്പിൽ ും അവർ തന്നെ AH ഹഫീസിന്റെ പോസ്റ്റിൽ പറയുന്നു. ഞായറാഴ്ച നടന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്കിടയിൽ ഏറ്റവും കൂടുതൽ വിവാദമായത് പൊങ്കാല ചടങ്ങുകൾക്കിടയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അമ്മ തമ്പുരാട്ടിയും മകൻ ആദിത്യവർമ്മയും തുറന്ന ജീപ്പിൽ സഞ്ചരിക്കുന്ന ചില ചിത്രങ്ങളാണ്. തമ്പുരാട്ടിയും രാജാവും രഥത്തിലേറിയാണ് വരുന്നത് എന്ന രീതിയിൽ വലിയ വിമർശനങ്ങളാണ് ഇതോടെ രാജകുടുംബത്തിന് നേരെ ഉണ്ടായത്. സമൂഹ മാധ്യമങ്ങളിലൂടെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഇക്കാര്യത്തിലുണ്ടായി. BJPയും സംഘപരിവാറും ചേർന്നാണ് ഇത്തരത്തിൽ തമ്പുരാട്ടിയെയും മകനെയും രഥത്തിൽ എഴുന്നള്ളിച്ചത് എന്ന രീതിയിലായിരുന്നു പല ഇടതുപക്ഷ പ്രൊഫൈലുകളും ആരോപണം ഉന്നയിച്ചിരുന്നത്. അവരിതൊരു ആഘോഷമാക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് ഈ സംഭവങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ പ്രവർത്തകനായ AH ഹഫീസ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാവുകയാണ്. ആറ്റുകാൽ പൊങ്കാലയും കവടിയാർ തമ്പുരാട്ടിയും ട്രോൾ ചെയ്യപ്പെടും മുൻപ് ഒരു വാക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് AH ഹഫീസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. കവടിയാർ CPM ലോക്കൽ സെക്രട്ടറിയും പാർട്ടിക്കാരും കൂടിയാണ് തമ്പുരാട്ടി പൊങ്കാല അടുപ്പിൽ തീ പകരാൻ ക്ഷണിച്ചത് എന്നാണ് ഹഫീസ് തന്റെ പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. തമ്പുരാട്ടി നടന്നു വരികയായിരുന്നു. നടന്നു വന്ന തമ്പുരാട്ടി പൊങ്കാല അടുപ്പിൽ തീ പകർന്ന ശേഷമാണ് ഇതേ പാർട്ടിക്കാർ തന്നെ നിർബന്ധിച്ച് അമ്മ തമ്പുരാട്ടിയെയും മകൻ ആദിത്യവർമ്മയുമായി തുറന്ന ജീപ്പിൽ അല്പദൂരം ഘോഷയാത്ര നടത്തിയത് എന്നും ഹഫീസ് വ്യക്തമാക്കുന്നു. AH ഹഫീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം. ആറ്റുകാൽ പൊങ്കാലയും കവടിയാർ തമ്പുരാട്ടിയും ട്രോൾ ചെയ്യപ്പെടും മുൻപ് ഒരു വാക്ക്. ആറ്റുകാൽ പൊങ്കാല കാണാൻ രഥത്തിലിറങ്ങിയ രാജാവിനെയും രാജകുടുംബത്തെയും ട്രോൾ ചെയ്യുന്ന ഒരുപാട് പോസ്റ്റുകൾ കാണാനിടയായി. എന്താണ് യാഥാർത്ഥ്യം? കവടിയാറിലെ പഴയ കുടുംബങ്ങളും തിരുവിതാംകൂർ പഴയ രാജകുടുംബവും തമ്മിൽ ഒരു പൊക്കിൽക്കൊടി ബന്ധമുണ്ട്. അതൊരു സംഘർഷത്തിനും ഇടവരാതെ നാളിന്നുവരെ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. ആറ്റുകാൽ അമ്പലത്തിലും പരിസരത്തും മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ആറ്റുകാൽ പൊങ്കാല വർഷാവർഷം ആളെണ്ണം കൂടി നീളം കൂടി ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ 10-12 കിലോമീറ്റർ ചുറ്റളവിലേക്ക് എത്തുമ്പോൾ കവടിയാറിലേക്കും അതിന്റെ നീളം കൂടി വന്നു. അങ്ങനെ കവടിയാറിന്റെ പ്രധാന കേന്ദ്രമായ ടെന്നീസ് ക്ലബ്ബ് പരിസര നിവാസികൾ ചേർന്ന് രൂപീകരിച്ച പൗരസമിതി കഴിഞ്ഞ 2 വർഷമായി പൊങ്കാല അടിപൊളിയാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്നലെ ഞാൻ എന്റെ 2 സുഹൃത്തുക്കളുമായി കവടിയാറിൽ ഒരു സന്ധ്യ എന്ന് പറഞ്ഞ് ഒരു ചിത്രത്തിന്റെ പോസ്റ്റ് ഇട്ടിരുന്നു. പഠനകാലം മുതൽ തന്നെ എന്റെ സുഹൃത്തുക്കളായി, അതല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരം നിവാസിയായി മാറുന്ന കാലം മുതൽ എന്റെയും വലങ്കയുമായി ഏത് പ്രതിസന്ധിയിലും ഒപ്പം നിന്ന കവടിയാർ സ്വദേശിയായ രാജേഷും ജ്യോതികുമാറുമാണിത്. അവർ നാട്ടിലെ പ്രമുഖ എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം കവടിയാറിൽ രാജകുടുംബം താമസിക്കുന്ന കൊട്ടാരത്തിലെത്തി തങ്ങളുടെ പ്രധാന പൊങ്കാല കലത്തിലേക്ക് ഒന്ന് തീ പകരുന്നതിന് അമ്മ തമ്പുരാട്ടിയെ ക്ഷണിച്ചിരുന്നു. അതിൻ പ്രകാരം അമ്മ തമ്പുരാട്ടി മകനായ ആദിത്യവർമ്മയോടും കുടുംബത്തോടുമൊപ്പം കാൽനടയായി എത്തി അടുപ്പിലേക്ക് തീ പകർന്നു. അതിനുശേഷമാണ് നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി നാട്ടുകാർ തന്നെ സംഘടിപ്പിച്ച തുറന്ന ജീപ്പിൽ രാജകുടുംബം അല്പദൂരം സഞ്ചരിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രദേശത്തെ CPM ലോക്കൽ പാർട്ടി സെക്രട്ടറി അടക്കമുള്ള നാട്ടിലെ പ്രമുഖർ ചേർന്നാണ് തമ്പുരാട്ടിയെ ചടങ്ങിന് ക്ഷണിച്ചത്. അവർ ആരോടും അയിത്തം കാണിച്ചില്ല. എല്ലാവരെയും ജാതി മതഭേദമന്യേ സ്നേഹം പങ്കുവെച്ചും തൊട്ടും തലോടിയും കവടിയാറിന്റെ മൂത്ത സഹോദരി സ്ഥാനിയായി നിന്നുകൊണ്ട് ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും സംഘാടകർ നൽകിയ വാഹനത്തിൽ യാത്ര ചെയ്യുകയും ചെയ്യുക എന്ന കൃത്യം നിർവഹിച്ചതിനാണ് ട്രോൾ ചെയ്യുന്നത്. അവിടെ ഞാനടക്കമുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, എന്നാൽ നമ്മൾ ആരും അത് സ്വന്തം കാര്യമായി എടുക്കാതെ പോവുകയും ഞങ്ങളുടെ മൂത്ത സഹോദരി സ്ഥാനത്ത് നിന്നുകൊണ്ട് കവടിയാർ കൊട്ടാരത്തിലെ കാരണവത്തിയായി ഏറ്റെടുക്കുകയും ചെയ്ത ഒരു സംഭവം കൂടി കണ്ണു നിറഞ്ഞു കുറിക്കുകയാണ്. അവിടുത്തെ ഇവന്റ് കൃത്യവും മനോഹരവുമായി ചെയ്തത് അനിക്കുട്ടൻ എന്ന് വിളിക്കുന്ന മറ്റൊരു രാജേഷാണ്. മനോഹരമായ താളത്തിൽ ചെണ്ട കൊട്ടുന്ന രാജേഷിന് കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുൻപ് അപകടമുണ്ടാവുകയും ചെണ്ട കൊട്ടാൻ സാധിക്കാതെ വരികയും ചെയ്തു. അയാൾ അത് ആരോടും ചികിത്സാ സഹായം ആവശ്യപ്പെട്ടിട്ടില്ലാത്തതിനാൽ നമ്മൾ ആരും മുൻകൈ എടുത്ത് അത് പരിഹരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളത് കുറ്റബോധത്തോടെ സമ്മതിക്കുമ്പോൾ ഇന്ന് ആ കൊട്ടുകാരന്റെ അടുത്ത് ചെന്ന് ചെണ്ട വാങ്ങി കൊട്ടിയ ശേഷം ഞങ്ങളുടെ ചേച്ചി എന്ന് തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയട്ടെ, കവടിയാറിലെ തമ്പുരാട്ടി ആ പയ്യന് കൈ ചലനാത്മകമാക്കാൻ ആവശ്യമായ ചികിത്സാ സഹായം ഉറപ്പുവരുത്തിയിട്ടാണ് ടെന്നീസ് ക്ലബിന്റെ മുന്നിൽ നിന്നും മടങ്ങിയത്.
എന്റെ ഒരു സുഹൃത്തിന്റെ വിഷയം മൂലം അതിരാവിലെ തന്നെ കവടിയാറിൽ നിന്ന് മടങ്ങേണ്ടി വന്നവനാണ് ഞാൻ. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ തന്നെ വാഹനം നിർത്തി അതിനുള്ള മറുപടി എഴുതിയിട്ട് തന്നെ മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. തമ്പുരാട്ടിയുടെ വീക്ഷണങ്ങളോട് പല കാര്യങ്ങളിലും യാതൊരുവിധമായ യോജിപ്പുമില്ല, മാത്രമല്ല കടുത്ത വിയോജിപ്പുമുണ്ട്. അതങ്ങനെ തന്നെ തുടരും. വിമർശിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ ലിറ്ററലി വിമർശിക്കുക തന്നെ ചെയ്യും. പക്ഷേ എന്റെ സുഹൃത്തുക്കൾ ക്ഷണിച്ചു വരുത്തി അവരുടെ അഭ്യർത്ഥന പ്രകാരം അല്പനേരം അവർ തയ്യാറാക്കിയ വാഹനത്തിൽ സഞ്ചരിച്ചതിന്റെ പേരിൽ തമ്പുരാട്ടിയോ തമ്പുരാനോ രാജകുടുംബമോ വേട്ടയാടരുത് എന്ന് പറയുമ്പോൾ ഏത് തമ്പുരാട്ടി എന്ന് ചോദിച്ചാൽ പഴയ രാജവംശത്തിലെ ശേഷിക്കുന്ന തലമുറയിലെ മുതിർന്നയാൾ. അവർ ആരെയും ഭരിക്കാൻ വരുന്നില്ല. ആരും അനാവശ്യമായി അവരെ ഭരിക്കുകയും വേണ്ട. കാര്യങ്ങൾ വ്യക്തമായി എങ്കിൽ വിമർശനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് കരുതിക്കൊണ്ട് എല്ലാവരോടും ശുഭരാത്രി നേരുന്നു. ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. ശരിക്കും നമുക്കറിയാം, ഇവിടെ എന്ത് സംഭവിച്ചാലും, രാജകുടുംബവുമായി ബന്ധപ്പെട്ട് നടന്ന എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും അതിനെ വലുതാക്കി ആ കുടുംബത്തെ മോശക്കാരാക്കി കാണിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. ആ വിഭാഗത്തിനുള്ള ചുട്ട മറുപടി തന്നെയാണ് ഇടതുപാളയത്തിൽ നിന്ന് തന്നെയുള്ള ഇത്തരത്തിലുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.